അപ്പോൾ എനിക്ക് ഇതുപോലെയൊക്കെ പറഞ്ഞു തരാനായിട്ടും എന്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകൾക്കും മികച്ച സംരംഭകരാകുവാനായിട്ട് സാധിക്കാത്തതെന്നാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിൽ എല്ലാ ദിവസവും ഡ്രസ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും, വിലയൊക്കെ ഉണ്ടാവും. നല്ല ലാഭത്തിനാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ദിവസം 200, 300, 500 രൂപ വരെയൊക്കെ സുഖമായിട്ട് സമ്പാദിക്കാം. ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ കുറച്ച് തിരക്കായി പോയി. ഇപ്പോഴാണെങ്കിൽ റീസെല്ലിംഗ് ബിസിനസ്സും ഉണ്ടല്ലോ ഡ്രസ്സിന്റെ. അപ്പോൾ അതിൽ ഗ്രൂപ്പിലുള്ളവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംരംഭകരാകുവാനായിട്ട് കൊതിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും മികച്ച സംരംഭകരാകുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിന്റെ ചില കാരണങ്ങൾ, അത് 2-3 കാര്യങ്ങളൊക്കെ ആ കുറവുകൾ അങ്ങ് പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആർക്കും നല്ല സംരംഭകരാകാം. അതായത് നമ്മുടെ പ്രൊഫഷൻ നല്ല മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകുവാനും നല്ല ഉയർന്ന വരുമാനം നമുക്ക് നേടുവാനുമായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ വരുമാനം നേടുവാനായിട്ടൊന്നും സാധിക്കുന്നില്ല. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര്, ഒരു കൃത്യമായിട്ടുള്ളൊരു വരുമാനം കിട്ടുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും എളുപ്പത്തിൽ നല്ല വരുമാനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അത് തന്നെ ഒരു സ്ഥിര വരുമാനം ഉള്ളവരെക്കാൾ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഇനി സമയമില്ലാത്തവരോട് ഒരു കാര്യം പെട്ടെന്ന് പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, വീട്ടിലിരുന്നു കൊണ്ട് ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഓൺലൈൻ ബോട്ടിക്കൊക്കെ നടത്തുന്നവർ ചെയ്യുന്നില്ലേ, അതേപോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കാതെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി വീഡിയോയുടെ അവസാനം പറയാവേ. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകൾക്കും നല്ല സംരംഭകരാകുവാനായിട്ട് സാധിക്കാത്തത്, അതുപോലെ നല്ല രീതിയിൽ എന്തെങ്കിലും വരുമാനം കണ്ടെത്തി അത് തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കാത്തത്? എല്ലാവരും പ്ലാൻ ചെയ്യുമല്ലേ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. മെയിനായിട്ട് സ്ത്രീകൾ പ്ലാൻ ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തായിരിക്കും എന്ന് അറിയുമോ? ഫുഡിന്റെ എന്തെങ്കിലും ബിസിനസ്, വീട്ടിലിരുന്നു കൊണ്ട് അച്ചാറ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. കുറച്ച് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് തയ്യലിന്റെ കൂടെ അത് വിൽക്കുകയും ചെയ്യാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യും. പക്ഷേ ഇവർക്കൊന്നും അവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടത്തുവാനായിട്ടോ അല്ലെങ്കിൽ ഒന്ന് തുടക്കമിട്ടാൽ തന്നെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടോ സാധിക്കാറില്ല. അതിന്റെ കാരണം എന്താണെന്നൊന്ന് മനസ്സിലാക്കി ചെറിയ 2-3 കാര്യങ്ങൾ, ആ കുറവുകൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ശാരീരികമായിട്ട് ഒരുപാട് കുറവുകളും പോരായ്മകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന, നിരന്തരം വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പൊ വീട്ടിൽ നല്ല ബാധ്യതകളുണ്ട്. എല്ലാരും വിചാരിക്കും വീട്ടിലെന്തോ ഒരു പണി ഇല്ലാഞ്ഞിട്ടായിരിക്കും ഇതുപോലെ ഓടി നടന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല. വീട്ടിൽ നല്ല രീതിയിൽ ബാധ്യതകളുണ്ട്, നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, വീട്ടിൽ നിന്ന് നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ പലതും ഉണ്ട്. നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതല്ല. പക്ഷെ എനിക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവളാണ് ഞാൻ. ഒരു അഡ്രസ്സ് പോലും നമുക്കില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നവളാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി എന്തെങ്കിലുമൊക്കെ നേടണം. അപ്പൊ ഫസ്റ്റ് ഞാൻ നേടാൻ ആഗ്രഹിച്ചത് ഒരു കുടുംബമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കുടുംബമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു ഞാനാണ്. എനിക്ക് വേണ്ടത് ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സെക്കൻഡ് മാരേജിലേക്ക് വന്നത്. അപ്പോൾ എനിക്കൊരു കുടുംബമായി, ആ കുടുംബത്തിന്റെ സപ്പോർട്ടോട് കൂടി എല്ലാ കാര്യങ്ങൾക്കും എന്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന എന്റെ ഭർത്താവിന്റെ പിന്തുണയോടുകൂടി ഞാൻ ഓരോ കാര്യങ്ങളും ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ചെയ്തു തുടങ്ങിയത്. അല്ലാതെ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊന്നും ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല നമ്മൾ ചെയ്തത്. ഇപ്പോഴും പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതൊരു വനപ്രദേശത്തിനടുത്താണ്, ഒരു ഗ്രാമപ്രദേശമാണ് എന്നൊക്കെ ഞാൻ മുൻപ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഇതാണ്. എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകൾക്കും മികച്ച സംരംഭകരാകുവാനായിട്ട് സാധിക്കാത്തതെന്നാണ്.
അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സംരംഭകരാകുവാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഒരു കൃത്യസമയം വെച്ച് എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നവരായിരിക്കില്ല. വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വീടും ഈ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ സംരംഭത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന ഈ ബിസിനസ് കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീട് തന്നെയാണ്. നമ്മൾ സ്ത്രീകൾ ഈ പുരുഷന്മാരെക്കാളും ഈ വീടുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ചിന്തകൾ മുഴുവൻ ഇനി എന്ത് കറി വെക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, മക്കൾ സ്കൂളിൽ നിന്ന് വരാറായല്ലോ, ഭർത്താവ് വരുമ്പോഴേക്കും കഴിക്കാൻ എന്തുണ്ടാക്കണം, പ്രായമായ അമ്മയുടെ ഇന്ന കാര്യങ്ങൾ ഇതാണല്ലോ, ഇന്ന മരുന്ന് തീർന്നല്ലോ, വാങ്ങിക്കണമല്ലോ തുടങ്ങി വീട്ടിലെ ഏറ്റവും ഈസഡ് കാര്യങ്ങൾ തലയിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ സ്ത്രീകൾ, അല്ലേ? ഒരു മന്ത്രി ഒരു പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞില്ലേ, തലയിൽ വീട് കൊണ്ടുവരുവാന്ന് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തലയിൽ വീട് ചുമക്കുന്നവരാണ് സ്ത്രീകൾ. ഈ തലയിൽ വീട് ചുമക്കുന്ന സ്ത്രീകൾക്ക് ഒരു കാരണവശാലും സ്വന്തം സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അപ്പോൾ തലയിൽ വീട് ചുമക്കുകയും ചെയ്യണം, നമ്മുടെ ഈ സംരംഭം നമ്മുടെ തോളിൽ വഹിക്കുകയും ചെയ്യണം. ഒന്നേ നോക്കിക്കേ, എടുത്താൽ പോകാത്ത ഭാരം വീടൊരു വശത്തുണ്ട്, നമ്മുടെ സംരംഭം ഒരു വശത്തുണ്ട്. അപ്പോൾ ഇത് രണ്ടും ബുദ്ധിപൂർവം കൊണ്ടുപോകാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് നല്ല രീതിയിൽ ഈ സംരംഭത്തിൽ തുടർന്ന് കൊണ്ടുപോയി അത് മുന്നോട്ട് കൊണ്ടുപോയി ഉയർന്ന വരുമാനം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസിനെ കുറിച്ച് നല്ല രീതിയിൽ പ്ലാനിങ് ഉണ്ടാവും. അതെങ്ങനെ തുടങ്ങണം, എത്ര രൂപ മുതൽ മുടക്കണം, അതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരണം, അതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കണം, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെക്കും. ഒരു പക്ഷേ കയ്യിൽ ക്യാഷും ഉണ്ടാവും. എന്നാൽ അതിലേക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നില്ല. പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു ലക്ഷ്യസ്ഥാനത്ത് ദൂരത്തിലേക്ക് എത്തുവാനുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു വാഹനമുണ്ട്, നമുക്ക് ഡ്രൈവിംഗ് അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ എന്നും ഈ ഒരു ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഈ വാഹനം ഓടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് എത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പൊ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഗിയർ മാറ്റി കൊടുക്കണം, അതുപോലെ ബ്രേക്ക് എന്താ പറയാ, ചവിട്ടേണ്ടടുത്ത് ചവിട്ടണം, ആക്സിലേറ്റർ കൂട്ടി കൊടുക്കണം, വളയ്ക്കേണ്ടടുത്ത് തിരിക്കേണ്ടടുത്തും ഒക്കെ വളച്ചും തിരിച്ചൊക്കെ കൊടുത്ത് നല്ല പ്ലാനിങ്ങോടുകൂടി കണ്ണും കാതും മനസ്സും എല്ലാം ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് നമ്മൾ ആ വാഹനം ഓടിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്നും ഒന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പയ്യെ ആക്സിലേറ്റർ കൊടുത്തു പോകുന്ന എന്താ പറയാ, വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലെയാകും. അപ്പോൾ ഈ വാഹനം ഓടിക്കാൻ പഠിക്കുന്നത് എന്തിനാ? നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ സൗകര്യപ്രദമായ സമയത്ത് വളരെ ആശ്വാസകരമായിട്ട് സുഖകരമായിട്ട് സമാധാനത്തിലും സന്തോഷത്തിലും എത്തുവാൻ വേണ്ടിയിട്ടാണല്ലോ, യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്വന്തമായിട്ട് വാഹനം വാങ്ങുന്നതും വാഹനം ഓടിക്കുവാനായിട്ട് പഠിക്കുന്നതും. എന്നിട്ടത് ഫസ്റ്റ് ഗിയറിൽ ഓടിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ സംരംഭം തുടങ്ങുമ്പോഴും. നമ്മൾ എന്തിനാണ് സംരംഭം തുടങ്ങുന്നത്? അതാണ് ആദ്യം സ്ത്രീകൾ ചിന്തിക്കേണ്ടത്. നമ്മൾ സംരംഭം തുടങ്ങേണ്ടത് മറ്റുള്ളവരെ കാണിക്കാനോ ഒരു ജോലി വേണമെന്നുള്ള കാര്യത്തിനോ വേണ്ടി ആയിരിക്കരുത്. ആ സംരംഭം തുടങ്ങുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. എന്റെ ലക്ഷ്യബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ രക്ഷപ്പെടുമ്പോൾ കുറച്ച് പേര് കൂടെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ഉത്തമ ലക്ഷ്യം എനിക്കുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ റീസെല്ലിംഗ് ഗ്രൂപ്പിലേക്ക് എത്തി നിൽക്കുന്നത്. അതോടൊപ്പം എനിക്കും കുറച്ചുകൂടെ വളരണം സാമ്പത്തികമായിട്ട്. ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൂടെയൊക്കെ മറ്റുള്ളവർ കുറച്ചും കൂടെ അവരുടെ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഇൻസൾട്ട് ആയി പോയിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ടും എനിക്ക് കുറച്ചുകൂടെ വളരണം, സാമ്പത്തികമായിട്ട് വളരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പണം ഉണ്ടാക്കിയാലും പോരെ, അത് സേവ് ചെയ്തുകൊണ്ടിരിക്കണം, നമുക്ക് തന്നെ നാളെ യൂസ് ആവുന്ന വിധത്തില്. ബാക്കി ആയുസും കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ തരുന്നതല്ലേ, അത് വിളിക്കുമ്പോൾ നമ്മളങ്ങ് പോകണം, അത് നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമില്ല. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാതെ ഫസ്റ്റ് ഗിയർ മാത്രം ഇട്ട് ഇങ്ങനെ പോണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് പോയാൽ മാത്രം പോരാ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗിയർ മാറി വേഗത്തിൽ ഇങ്ങനെ പോകണമെങ്കിൽ എന്ത് വേണം? എല്ലാ കാര്യവും നമുക്ക് ഒറ്റയ്ക്ക് വഹിച്ചുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ തലയിലെ വീടും ചുമലിലെ ഈ സംരംഭവും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോഴൊക്കെയാണ് ചില സ്ത്രീകൾ പരാജയപ്പെട്ടു പോകുന്നത്. വീടും ഓഫീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവൃത്തി വേണ്ട സമയങ്ങള് എല്ലാം വീട്ടിലേക്കും കൂടെ ആയിട്ട് പങ്കിട്ടു പോകും.
നമ്മുടെ ചിന്തകളും നമ്മുടെ അധ്വാനവും നമ്മുടെ വരുമാനം ഉണ്ടാക്കുന്ന മേഖലകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ നമ്മുടെ ഈ വീടെന്ന നമ്മുടെ ഈ ഭാരത്തെ നമുക്ക് ഒഴിവാക്കി കളയുവാനായിട്ട് സാധിക്കുകയുമില്ല. അത് നമ്മൾ സ്ത്രീകളെ പോലെ മറ്റാർക്കും ഇത്ര ഭംഗിയായിട്ട് നിർവഹിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ അത്രയ്ക്ക് ചിന്തകളും പ്രയത്നവും വേണ്ടാത്ത നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കോ നമ്മുടെ ബിസിനസ്സിലെ കാര്യങ്ങൾക്കോ നമ്മൾ ഒരു ഹെൽപ്പറെ കൂടി തേടണം. ഒരു ഹെൽപ്പറെ വെക്കുക. ഇപ്പോൾ ഈ ഓൺലൈൻ ഡ്രസ്സിന്റെ ബിസിനസ് ആണെങ്കിൽ തന്നെ നമ്മളെല്ലാവരിൽ നിന്ന് ഓർഡറൊക്കെ എടുത്തു അത് പാക്ക് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിനെ അയക്കാൻ പോകണമെങ്കിൽ നമുക്കൊരു 10 ഓർഡർ ഒരുമിച്ച് ഒരു ദിവസം അയക്കാൻ പോകണമെങ്കിൽ പോയി അത് അയച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ നമുക്ക് വേസ്റ്റ് ആവുമെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്കൊരു ഹെൽപ്പറെ വെക്കാം, ഒരാളുടെ സഹായം തേടാം. അപ്പോൾ അത്രയും സമയവും കൂടെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ അടുത്ത വരുമാനം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ലിമിറ്റഡ് ആയി പോകും. നമ്മൾക്ക് ചെയ്യുന്ന പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധി വരും. നമ്മൾ മനുഷ്യരല്ലേ, എല്ലാവർക്കും ഉള്ള പോലെ സമയം നമുക്കുള്ളൂ. കുറച്ചൊക്കെ മറ്റുള്ളവരൊക്കെ കൂടുതൽ നമുക്ക് സമയം എന്താ പറയുക സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സമയം കുറച്ചൊക്കെ ചെയ്തൊന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. എന്നാലും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ അതിലേക്ക് ഇറങ്ങി തിരിച്ച് നമ്മളിങ്ങനെ ഗിയർ മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഒരു ഹെൽപ്പറെ വെക്കുക. ഇടയ്ക്കൊക്കെ ഒരു ആളെ വിളിച്ചിട്ട് വീട് ക്ലീൻ ചെയ്യിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടെ ഉള്ള സമയത്ത് മതി. നമുക്ക് വീട്ടിൽ വേറെ ആരും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സമയത്ത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നമ്മൾ ബിസിനസ് കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് സഹായിക്കാനായിട്ട് ആരെങ്കിലും കൂടെ ഏർപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചിലവര് വിചാരിക്കും ഇത് മണി വേസ്റ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. നമ്മളൊരു ഹെൽപ്പറെ വിളിച്ചിട്ട് അവർക്കൊരു ദിവസം വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ച് അവർക്കൊരു 600 രൂപയൊക്കെ നമ്മളൊരു ദിവസത്തെ ശമ്പളമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മുടെ ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് 2000 രൂപ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വളരണമെങ്കിൽ ഇതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ വീടെന്ന ഭാരം കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് മിക്ക സ്ത്രീകൾക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ മികച്ച സംരംഭകരാകുവാനായിട്ട് സാധിക്കാത്തതും അതുപോലെ മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കാത്തതും. എല്ലാവർക്കും പ്ലാനിങ് ഉണ്ടാവും, എന്നാൽ വ്യക്തമായിട്ട് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് പലപ്പോഴും മടി അവരെ ബാധിക്കും. ഈ ഫോൺ നോക്കിയിരുന്നു മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് അയൽവക്കത്തുകാരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ബന്ധുവീടുകളൊക്കെ സന്ദർശിച്ച് സമയം കളയാതെ നമ്മൾ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകണം. നമ്മൾ മടി പിടിച്ച ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാതെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംരംഭം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനിയും നേടാൻ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നേടുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഹെൽപ്പറെ വെക്കുക. സ്ഥിരമായിട്ടല്ലെങ്കിൽ പോലും വല്ലപ്പോഴും ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്കെങ്കിലും നമുക്ക് അത്ര നമ്മുടെ നമ്മുടെ സാന്നിധ്യം വേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. ഏൽപ്പിച്ച് ചെയ്യിക്കാവുന്ന കാര്യങ്ങൾ, വീട് വൃത്തിയാക്കുക, മുറ്റം വൃത്തിയാക്കുക, വസ്ത്രങ്ങൾ കഴുകുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു ഹെൽപ്പറെ വെച്ചിട്ട് അത്രയും കൂടെ സമയം നമ്മൾ നമ്മുടെ സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലേക്ക് നമ്മുടെ കരിയറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കിങ്ങനെ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ട് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് അറിയില്ല. അതാണ് കേട്ടോ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ഒരു കൊച്ചു കുട്ടികൾക്ക് ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നെക്കാളും അറിവും കഴിവും ഉള്ളവർ ഇത് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എനിക്ക് ഇതുപോലെയൊക്കെ പറഞ്ഞു തരാനായിട്ടും എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ബിസിനസ്സിലേക്ക് ചേരുവാനായിട്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുവാനായിട്ട് ഈ വീഡിയോയുടെ കമന്റിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ എല്ലാ ദിവസവും ഡ്രസ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും, വിലയൊക്കെ ഉണ്ടാവും. നല്ല ലാഭത്തിനാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ദിവസം 200, 300, 500 രൂപ വരെയൊക്കെ സുഖമായിട്ട് സമ്പാദിക്കാം. അപ്പോൾ എല്ലാവരും മടിച്ചു നിൽക്കാതെ വരിക. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.